വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോയിലാണ് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കുറെ നാളെ നമ്മുടെ ചാനലിൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ട്, നിങ്ങൾക്കറിയാം നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് അൺബോക്സിംഗ് വീഡിയോസ് ആയിരുന്നു. ഒരുപാട് തരം ഫോണുകൾ നമ്മൾ അൺബോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 7 മാസമായിട്ട് നമ്മൾ അൺബോക്സിംഗ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ന് നമുക്ക് അൺബോക്സിംഗ് ചെയ്യാൻ വേണ്ടി ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഒരു സ്മാർട്ട് ഫോണാണ്. ഏതാണ് ഫോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവോയുടെ V21 എന്ന് പറയുന്ന മോഡലാണ്. വിവോ V21 5G. വളരെ സ്റ്റൈലിഷ് ആയ ഒട്ടനവധി ഫീച്ചേഴ്സോട് കൂടിയ ഒരു പക്ക ക്യാമറ ഫ്രണ്ട്ലി ഫോണായിട്ട് തന്നെ നമുക്ക് ഈ വിവോ V21 5G കാണാം. ഇതിനു മുമ്പ് ഞാൻ എന്റെ ചാനലിൽ വിവോ V20 എന്ന് പറയുന്ന മോഡൽ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ അടുത്ത വേർഷൻ ആയിട്ടുള്ള ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള വിവോ V21 എന്ന് പറയുന്ന ഈ മോഡലെ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വീഡിയോ ഉപകാരപ്പെടുവാണെന്ന് തോന്നുമെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായം സംശയം എല്ലാം താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എല്ലാത്തിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതാണ്. സോറി ഗൈസ്, കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ട് വെളിയിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് മൈക്കും സെറ്റപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് ആ കിളികളുടെ നോയ്സ് ഒക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. അപ്പം പ്രോഡക്റ്റിനോടൊപ്പം ബില്ല് വന്നിട്ടുണ്ട്. അടുത്ത നമ്മുടെ ഫോൺ വന്നിരിക്കുന്ന ബോക്സ് നല്ലൊരു സ്റ്റൈലിഷ് ബോക്സിലാണ്. അവിടെ വിവോ V21 5G തുടങ്ങിയ പ്രധാന ഫീച്ചേഴ്സ് ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ട് 44MB OIS നൈറ്റ് ക്യാമറ, 64MB മെയിൻ OIS നൈറ്റ് ക്യാമറ തുടങ്ങിയ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അതുപോലെ IMI ഡീറ്റെയിൽസും മറ്റ് വേരിയന്റ് ഡീറ്റെയിൽസും എല്ലാം ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോക്സ് ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫോണിന്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിനോടൊപ്പം നമുക്ക് ബോക്സിന്റെ അകത്ത് ലഭിക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഫോൺ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ബോക്സിന്റെ ഫ്രണ്ടിൽ ആ ഒരു V സീരീസിന്റെ ആ ഒരു V ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത് പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ കാണാം. പ്ലാസ്റ്റിക് കവറിന്റെ അകത്തായിട്ട് നമ്മുടെ ഫോൺ സുരക്ഷിതമായിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഫോണിന്റെ ബോഡി ഡീറ്റെയിൽസിലേക്കെല്ലാം നമുക്ക് വഴിയെ വരാം. ആദ്യമേ ബോക്സിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്, മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. അപ്പം ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ നമുക്കൊരു പ്ലാസ്റ്റിക് കേസ് കൊടുത്തിരിക്കുന്നത് കാണാം. ആ ഒരു പ്ലാസ്റ്റിക് കേസിന്റെ അകത്തായിട്ട് ഫോണിന്റെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് അടങ്ങിയ ഒരു മാനുവലും സാർ വാല്യൂ ഡീറ്റെയിൽസും എല്ലാം അടങ്ങിയ ഒരു യൂസർ മാനുവലും കാണാം. അതിന്റെ ബാക്കിലായിട്ട് നമുക്ക് സിം ഇജക്ടിംഗ് ടൂളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കേസും പ്ലാസ്റ്റിക് കേസും നമുക്ക് ഫോണിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. പിന്നീട് 33 വോട്ടിന്റെ ഒരു ഫ്ലാഷ് ചാർജറാണ് ഈ ഒരു 4000 MHz ബാറ്ററി അടങ്ങി ഈ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും Type-C സ്ലോട്ട് തന്നെയാണ്. അതുകൊണ്ട് Type-C കോഡാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് വളരെയധികം സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണിനോടൊപ്പം ഒരു ഇയർഫോൺ നൽകിയിട്ടുണ്ട്. 3.5mm ഇയർഫോൺ ആണ്. പക്ഷെ നമ്മുടെ ഫോണിന്റെ അകത്ത് ആ ഒരു 3.5mm സ്ലോട്ട് നൽകിയിട്ടില്ല. അത് മറികടക്കാൻ വേണ്ടി നമുക്ക് ഇയർഫോണിനോടൊപ്പം ഒരു ഇയർഫോൺ ജാക്ക് കൂടി നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് Type-Cയിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇയർഫോൺ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബോക്സിന്റെ അകത്തുള്ളത്. 176 ഗ്രാം ഭാരവും 7.29mm തിക്നെസ്സുമാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാവുന്ന ഫോണാണ്. 44MBയുടെ സെൽഫി ക്യാം ഡിസ്പ്ലേ തന്നെ നൽകിയിരിക്കുന്നു. ഇടതുവശത്തായിട്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഫോണിന്റെ താഴെ വശത്തേക്ക് സിം ഇജക്ടിംഗ് ട്രേയും Type-C സ്ലോട്ടും സ്പീക്കർ ഗ്രിൽസും കാണാം. വലതുവശത്തായിട്ട് പവർ ബട്ടണും വോളിയം റോക്കേഴ്സ് ബട്ടണും കാണാം. ഫോണിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലാസ് മാറ്റ് ഫിനിഷ് ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം യൂസ് ചെയ്തിട്ടും യാതൊരു ഫിംഗർ പ്രിന്റ്സും ഫോണിൽ പതിഞ്ഞിട്ടേ ഇല്ല. അതുപോലെ തന്നെ ഫോണിന്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് നമ്മുടെ 64MB മെയിൻ ക്യാമറ വരുന്ന റെയർ ക്യാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോണിന്റെ മുകൾ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിരിക്കുന്നത് കാണാം. മൊത്തത്തിൽ ഒരു നല്ല ഫ്ലാറ്റ് ഡിസൈൻ ആണ് ഫോണിന്റെ ചുറ്റും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫോൺ ഒന്ന് ബൂട്ടപ്പ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ വിവോ 5G പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. ആ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്പ്ലേ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു തരാം. ഫോണിന്റെ സാർ വാല്യൂ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയേണ്ടവർക്കായിട്ടൊന്ന് പറഞ്ഞുതരാം. 1.05 W/kg ആണ് ഹെഡിന് വരുന്നത്. അതുപോലെ തന്നെ 0.87 W/kg ആണ് ബോഡിക്ക് വരുന്നത്. ഫോൺ സെറ്റപ്പ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ആപ്പുകളൊക്കെ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ ഓപ്പണായി വരികയാണ്. അതാ നമ്മുടെ ഫോൺ ഓപ്പണായി വന്ന് കയറിയപ്പോൾ തന്നെ ആദ്യം ഒരു സിസ്റ്റം അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ എന്തായാലും ബ്രൈറ്റ്നസ് ഒക്കെ ഫുൾ ഇട്ട് നോക്കി. അപ്പോൾ ഇനി നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ ഫീച്ചേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 6.44 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. LED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അത്ര മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും 180 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. ഇനി ഫോണിന്റെ റെസൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2404x1080 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ വരുന്നത്. പിന്നെ ഫോണിന്റെ ബ്ലൂടൂത്ത് വേർഷനൊക്കെ 5.1 ആണ്.
അപ്പം കുറേ ഇൻബിൽറ്റ് ആപ്പുകൾ ഓൾറെഡി കിടപ്പുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. ഇനി നമുക്ക് ഫോണിൻ്റെ സെറ്റിംഗ്സിലേക്ക് കയറി അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഫോണിലായിട്ട് ഐ കംഫർട്ട് മോഡും അതുപോലെ തന്നെ ഡാർക്ക് തീം മോഡും എല്ലാം നൽകിയിട്ടുണ്ട്. ഇനി ഫോണിന്റെ സ്റ്റോറേജ് ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ 128 GB ഇന്റർണൽ മെമ്മറി വരുന്ന വേരിയന്റാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് 256 GB ഇന്റർണൽ മെമ്മറി വരുന്ന വേരിയന്റും അവൈലബിൾ ആണ്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ഏതാണ്ട് ഒരു 3000 രൂപ അഡീഷണൽ മുടക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന 128 GB ഇന്റർണൽ മെമ്മറിയിൽ 19.60 GB ഇപ്പോൾ നിലവിൽ യൂസ്ഡ് ആണ്. കാരണം അത്ര ആപ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി റാം ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ 8 GB + 3 GB റാമിന്റെ അകത്ത് 3.69 GB ഇപ്പോൾ നിലവിൽ യൂസ്ഡ് ആണ്. ഈ 8 GB + 3 GB എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിന് ആക്ച്വലി 8 GB റാമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഫോണിന് കൂടുതൽ പെർഫോമൻസ് വേണ്ടി വരുന്ന ഒരു ടാസ്ക് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു 3 GB കൂടി ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് ഈ ഒരു ഫോണിന് എടുത്ത് 11 GB ആയി മാറാൻ കഴിയും ഇതിന്റെ റാമിന്. അതുപോലെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 11 ആണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 11 തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഫോണിന്റെ യൂസർ ഇന്റർഫേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവോയുടെ തന്നെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയ ഫൺ ടച്ച് OS 11.1 ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇനി ഫോണിന്റെ പ്രൊസസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 800U എന്ന് പറയുന്ന 7 നാനോമീറ്റർ വരുന്ന ഒക്ടാ കോർ പ്രോസസറാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. 2.4 GHz ഒരു പ്രൈമറി ക്ലോക്ക് സ്പീഡും നൽകിയിട്ടുണ്ട് ഈ ഒരു ഫോണിന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള, കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ വരുന്ന ഒരു ഫോണാണ്. അപ്പോൾ നമ്മുടെ ഫോൺ ഫുള്ളി ഗ്ലാസ് മെയ്ഡ് ആണ്. ബാക്കിലൊക്കെ മാറ്റ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു തുള്ളി ഫിംഗർ പ്രിന്റ് പോലും ബാക്കിൽ പതിയൊന്നും പേടിക്കുക വേണ്ട. അപ്പൊ ഈ ഒരു കളറിന്റെ പ്രത്യേകത തന്നെ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഓൾറെഡി V20 അൺബോക്സ് ചെയ്ത സമയത്തും ഈ കളറായിരുന്നു നമ്മൾ സൺസെറ്റ് ഡേയ്സ് എന്ന് പറയുന്ന ഈ ഒരു കളറായിരുന്നു നമ്മൾ അൺബോക്സ് ചെയ്തിരുന്നത്. വളരെയധികം പ്രത്യേകതയുള്ള കളറാണ്. നമ്മുടെ ആ ഒരു ലൈറ്റിംഗ് അനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് ഇതിൽ ഫീൽ ചെയ്യും. അത്തരത്തിലുള്ള ഒരു കളറാണ് സൺസെറ്റ് ഡേയ്സിൽ. അതുപോലെ ഈ ഫോണിൽ മറ്റ് 2 കളർ കൂടി അവൈലബിൾ ആണ്. ഒന്ന് ഡസ്ക് ബ്ലൂ, അതുപോലെ തന്നെ ആർട്ടിക് വൈറ്റ്. അങ്ങനെ ഈ 3 കളറിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ 8 GB റാം ആണ് ഇതിന്റെ ബേസ് വേർഷൻ. അതുപോലെ 128 GB റോമും 256 GB റോമും വരുന്ന വേരിയന്റും അവൈലബിൾ ആണ്. അതനുസരിച്ചാണ് പ്രൈസ് വരുന്നത്. 8 GB 128-ന് 29,999 റുപ്പീസിനാണ് ഇപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിരിക്കുന്നത് ഈ ഫോൺ. അതുപോലെ 32,000 ആവും നമുക്ക് 256 GB റോം വേണമെന്നുണ്ടെങ്കിൽ. ഈ ഫോണിൽ ഡബിൾ ടാപ്പ് ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് ഓണും ഓഫും ചെയ്യാൻ കഴിയും. ഇനി ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് കാണാം. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. നമ്മുടെ ഫിംഗറൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഫോൺ ഡിറ്റക്ട് ചെയ്യുന്നുമുണ്ട്. ഇനി നമുക്ക് ഫോണിന്റെ ഫേസ് ലോക്ക് ഒന്ന് എത്രത്തോളം ഫാസ്റ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫോണിന്റെ ഫേസ് ലോക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോണിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള എലമെന്റിലേക്ക് വരാം. അതെ, ഈ ഒരു ഫോണിന്റെ ക്യാമറ ഫീച്ചേഴ്സ്. ഈ ഒരു ഫോണിന്റെ അകത്തായിട്ട് ധാരാളം ക്യാമറ ഫീച്ചേഴ്സും എഫക്ട്സും മോഡ്സും എല്ലാം നൽകിയിട്ടുണ്ട്. നമുക്ക് ഡിഫറെന്റ് ക്ലൈമറ്റിനനുസരിച്ചുള്ള മോഡ്സ് എല്ലാം ഇതിന്റെ അകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രൈമറി ക്യാമിലും സെൽഫി ക്യാമിലും നമുക്ക് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ കഴിയും. പക്ഷെ 30 FPS-ലാണ് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ 1080p വീഡിയോസ് നമുക്ക് 30 FPS-ലും 60 FPS-ലും ഷൂട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും യാതൊരു സംശയവും വേണ്ട. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു പ്രൈമറി ക്യാമിന്റെ ഒരു ക്വാളിറ്റിയെക്കാട്ടിലും ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നത് ഇതിന്റെ ഒരു സെൽഫി ക്യാം ക്വാളിറ്റിയാണ്. അതാണ് എനിക്ക് ഇതുവരെ യൂസ് ചെയ്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ മികച്ച ഒരു സെൽഫി ക്യാം ക്വാളിറ്റിയാണ് ഈ ഒരു ഫോണിന് നൽകിയിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയ 44 MB സെൽഫി ക്യാം ഈ ഒരു ഫോണിനാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയധികം ക്വാളിറ്റി ഈ ഒരു ഫോണിന്റെ സെൽഫി ക്യാമിൽ ഉണ്ട് നമുക്ക്. ഇതിപ്പോൾ ഞാൻ 4K വീഡിയോ റെസൊല്യൂഷനിലാണ് ഈ ഒരു സെൽഫി ക്യാം വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എത്രത്തോളം ക്വാളിറ്റിയാണ് ഇതിന്റെ ഒരു സെൽഫി ക്യാം. ഈ ഫോണിന്റെ പ്രൈമറി ക്യാമിലും സെൽഫി ക്യാമിലും നമുക്ക് നൈറ്റ് മോഡെല്ലാം അവൈലബിൾ ആണ്. ഈ കണ്ടതാണ് ഓറ ഫീച്ചർ. ഇത് നമുക്ക് സെൽഫി ക്യാമിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരുന്നു. വളരെ ഡാർക്ക് ആയിട്ടുള്ള സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫീച്ചറാണ് ആ ഒരു ഓറ ഫീച്ചർ. ഇനി എനിക്ക് ഈ ഒരു ഫോണിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഈ കാണുന്ന ഡ്യുവൽ റെക്കോർഡിംഗ് മോഡ്. ഈ ഒരു മോഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരേ സമയത്ത് തന്നെ ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും യൂസ് ചെയ്ത് വീഡിയോസ് ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോ റെക്കോർഡ് ചെയ്യാനും കഴിയും. കാരണം ഇതാണ് ഓറ മോഡ്. അതിന്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാമായിരുന്നു. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഡ്യുവൽ LED ലൈറ്റ് നൽകിയിട്ടുണ്ട്. ആ ഡ്യുവൽ LED ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഡാർക്ക് ആയിട്ടുള്ള സമയങ്ങളിലും വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫീച്ചറാണ് സ്പോട്ട് ലൈറ്റ് മോഡ്. ഇനി ഈ ഫോണിലെ സെൽഫി വീഡിയോസിലെ സ്റ്റെബിലൈസേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഈ ഫോണിന്റെ ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും ഉപയോഗിച്ചെടുത്ത കുറച്ച് പിക്സ് കൂടി ഒന്ന് കണ്ടു നോക്കാം.
ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും കണ്ടെത്തിയ ഒരേ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിൽ നിന്ന് വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന സമയത്ത് അത്യാവശ്യം ലെങ്ത് ഉള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് ഡിലീറ്റ് ആയി പോകാൻ. അത് ഇതിന്റെ എന്തോ അപ്ഡേറ്റിന്റെ കുഴപ്പമാണെന്നാണ് സെർച്ച് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഫോണിന്റെ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഫോൺ എന്തുകൊണ്ട് പരിഗണിക്കാം എന്ന് നോക്കാം. അതായത് ഈ ഒരു ഫോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യമേ തന്നെ ഈ ഒരു ഫോണിന്റെ ക്യാമറ വേറെ ലെവലാണ്. അതാണ് നിങ്ങൾ നമ്മുടെ ഈ ഒരു Vivo V21 എന്ന് പറയുന്ന ഫോൺ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന ഈ ഒരു ഫോണിന്റെ ക്യാമറ ഫീച്ചേഴ്സ് തന്നെയാണ്. അതിൽ ആദ്യമേ തന്നെ ഈ ഫോണിന്റെ സെൽഫി ക്യാമറയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം 44 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയ ലോകത്തിലെ ആദ്യത്തെ ഫോണാണ് നമ്മുടെ ഈ ഒരു Vivo V21. അപ്പം അതിന്റേതായ ഒരു ക്വാളിറ്റി ഇതിന്റെ ക്യാം പെർഫോമൻസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതിന്റെ 64 MB മെയിൻ ക്യാം വരുന്ന ബാക്ക് ക്യാമിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വ്ളോഗർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ ക്യാമറ ബേസിൽ മേടിക്കാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടും, വലിയ ഷേക്കും കാര്യങ്ങളൊന്നും ഒരിക്കലും വരുന്നില്ല. അത് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഫോണിന്റെ ക്യാമറയിലെല്ലാം നൈറ്റ് മോഡ്, പ്രത്യേക തന്നെ നൈറ്റ് മോഡുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ലോ ലൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും സാധാരണ ഒരു ഫോണിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മികവാർന്ന പിക്സ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് നമുക്ക് ആ ഫ്രണ്ടിലായിട്ട് ആ ഡ്യുവൽ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. അത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല ഇരുട്ട് സമയത്തൊക്കെ നിൽക്കുവാണെങ്കിൽ ഈ ഒരു ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും എല്ലാം കഴിയും. അതും ഈ ഒരു ഫോണിന്റെ പ്രത്യേകത തന്നെയാണ്. പിന്നീട് പറയാനുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡ്യുവൽ വീഡിയോ സെറ്റപ്പ് തന്നെയാണ്. നമുക്ക് ഒരേ സമയത്ത് ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും യൂസ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നതും ഇതിന്റെ ഒരു പ്രത്യേക തരം ഫീച്ചറാണ്. പിന്നെ ഇതിന്റെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാം അപ്ഗ്രേഡബിലിറ്റി തന്നെയാണ്. കാരണം 8 GB റാമോട് കൂടി വരുന്ന ഈ ഒരു ഫോൺ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് മാക്സിമം ഒരു 3 GB കൂടെ അപ്ഗ്രേഡ് ചെയ്ത് 11 GB റാം വരെ ആക്കി യൂസ് ചെയ്യാൻ കഴിയും. അത് നിങ്ങളുടെ റോമിന്റെ അകത്തുനിന്നായിരിക്കും ഈ ഒരു 3 GB ആവശ്യമുള്ള സമയത്ത് ഫോൺ എടുക്കുന്നത്. ആ ഒരു സെറ്റിംഗ് നിങ്ങൾ ഓൺ ആക്കിയിട്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഏതെങ്കിലും ആപ്പോ അല്ലെങ്കിൽ ഗെയിംസോ എടുക്കുമ്പോൾ ഫോണിന് ലാഗ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 GB സൈസ് നമ്മുടെ റോമിൽ നിന്ന് റാം എടുത്തിട്ട് ഓട്ടോമാറ്റിക് അത് അഡ്ജസ്റ്റ് ചെയ്തോളും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഹയർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഫോണിൽ പെർഫോം ചെയ്യാൻ കഴിയും. മൾട്ടി ടാസ്കിങ്ങിനും എല്ലാം പക്കയായിരിക്കും. അതുപോലെ തന്നെ എടുത്തു പറയുന്ന ഒരു ഫീച്ചറാണ് 6.44 ഇഞ്ചിന്റെ ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വിഷ്വൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും മികച്ചതായിരിക്കും. പിന്നീട് പറയുന്ന ഒരു ഫീച്ചറാണ് ഇതിന്റെ ആ ഒരു മാറ്റ് ഫിനിഷ്, ആ ഒരു ഗ്ലാസ് മാറ്റ് ഫിനിഷ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ ആ ഒരു ഫോണിന്റെ കളർ കാണിക്കാൻ വേണ്ടി ബാക്ക് കവർ ഇല്ലാതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് വലുതായിട്ട് ഫിംഗർ പ്രിന്റോ കാര്യങ്ങളോ ഇതിന്റെ ബാക്കിൽ അഴുക്കൊന്നും പറ്റാൻ സാധ്യതയില്ല. നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത് വളരെ തിന്നായിട്ടുള്ള ഒരു ഫോണാണ്, വളരെ ലൈറ്റ് വെയിറ്റും ആണ്. വെറും 176 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ 7.29 mm ആണ് ഇതിന്റെ ആ ഒരു തിക്നെസ് വരുന്നത്. അപ്പോൾ അത്രയധികം നമുക്ക് ഈസി ആയിട്ട് പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് കൊണ്ടുകടന്ന് ജോലിക്കൊക്കെ പോകുന്നവരാണ് അല്ലെങ്കിൽ ഒരുപാട് ഫോൺ ക്യാരി ചെയ്യേണ്ടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയൊരു ഫോണാണ്. കാരണം അത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് കൈ കൊണ്ടു നടക്കാൻ പറ്റുന്ന വളരെ മികച്ചൊരു ഫോണാണ് Vivo V21 5G. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇതിന്റെ പ്രൊസസർ. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 800U എന്ന് പറയുന്ന ഒക്ടാ കോർ പ്രൊസസറാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിംഗ് പോലത്തെ കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ആപ്പുകളൊക്കെ വളരെ സ്പീഡായിട്ട് തന്നെ നമുക്ക് റെസ്പോണ്ട് ചെയ്യും. അതുപോലെ ഗെയിമിങ്ങിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാലും മാന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു ഫോണിന്റെ അത് ലഭിക്കും. വളരെ ഹൈ എൻഡ് ഗെയിമിംഗ് എന്ന് പറയുന്നില്ല എങ്കിൽ പോലും വളരെ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ഫോണിന്റെ അത് ലഭിക്കും. മാന്യമായിട്ട് നിങ്ങൾക്ക് ഗെയിമിംഗ് ചെയ്യാൻ കഴിയും. അപ്പൊ അതും ഈ ഒരു ഫോണിന്റെ മികച്ചൊരു സവിശേഷത തന്നെയാണ്. പിന്നീട് ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചർ തന്നെയാണ് 5G. ഇതിനകത്ത് 5G സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇനി ഭാവിയിൽ അങ്ങോട്ട് 5G യുഗങ്ങൾ വരാൻ പോവാണ്. ഉടനെ തന്നെ നമുക്ക് 5G ഫീച്ചേഴ്സ് ഒക്കെ ആയി തുടങ്ങും. നമ്മൾ എയർടെലിന്റെ ഒക്കെ പല പരസ്യം പോലും കണ്ടിട്ടുണ്ട് 5G ടെസ്റ്റ് ചെയ്യുന്നതിന്റെയൊക്കെ. അപ്പോൾ ഉടൻ തന്നെ 5G ഫീച്ചേഴ്സ് ഒക്കെ വരുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും 5G ഫോൺ എടുക്കുന്നത് മികച്ച ഒരു തീരുമാനം തന്നെയാണ്. പിന്നീട് 4000 മെഗാഹെർട്സിന്റെ ഒരു ബാറ്ററിയാണ് ഇതിന്റെ അത് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള്. പക്ഷെ നമുക്ക് 33 വാട്ടിന്റെ ചാർജർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വിക്ക് ആയിട്ട് ചാർജ് ചെയ്യാം. അപ്പം ഈ ഒരു 4000 മെഗാഹെർട്സിന്റെ ബാറ്ററി ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫോൺ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയതും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫോണിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇതുവരെ മുഴുവൻ കണ്ട എല്ലാവർക്കും ഒരു താങ്ക്സ്. അപ്പൊ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. ബൈ.